സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് വെച്ചാൽ മൈൻക്രാഫ്റ്റ് വേൾഡിലേക്ക് ഒന്നും കൂടെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ പിന്നെയും തിരിച്ചു വന്നിരിക്കുകയാണ്. എന്താ പറയുക ഗായ്സ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താ പറയുക ബേസും കാര്യങ്ങളൊക്കെ കാണിച്ചു, കോപ്പർ കോളത്തിനെയൊക്കെ പണിഞ്ഞു, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ചെയ്താണ് വീഡിയോ വൈൻഡപ്പ് ചെയ്തത്. പിന്നെ ഞാൻ ഇടയ്ക്കൊരു മൈനിങ്ങിനും കാര്യങ്ങളൊക്കെ പോയി എൻ്റെ കോപ്പർ ആർമറൊക്കെ സെറ്റാക്കി നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണ്. ഇനി നമുക്ക് കുഞ്ഞു മൈനിങ്ങിന് പോയി കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മളെന്താ പറയുക, മെയിൻ പ്ലാൻ എന്നൊക്കെ പറയുവാണെങ്കിൽ ഇന്നത്തെ എന്താ പറയുക നമ്മളൊരു അയൺ ഫാം പണിയണമെന്നാണ്. പക്ഷേ അയൺ ഫാം പണിയാനായിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. മെയിനായിട്ട് നമുക്ക് വില്ലേജസിനെ വേണം, അവർ നമ്മുടെ ഈ വില്ലേജിലില്ല. അപ്പോൾ അത് ഒപ്പിച്ചെടുക്കാനായിട്ടാണ് ഇന്നത്തെ നമ്മളെ വലിയ പരിപാടി. അപ്പോൾ നമ്മൾ ബേസും കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുവരെ ഞാൻ താഴോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സ്റ്റെപ്പൊക്കെ വെച്ച് ഇവിടെ ഫെൻസ് വെച്ചേക്കോട്ടെ. കാരണമേ അകത്ത് ക്രീപ്പർ എല്ലാം സ്പോണായിട്ട് ഇവിടെ വന്ന് പൊട്ടിത്തെറിക്കുകയും സ്കെൽറ്റിനൊക്കെ താഴെ വന്ന് തന്നെ തല്ലിക്കൊല്ലുകൊണ്ട് ഞാൻ ഇതെല്ലാം കൊണ്ട് ഫെൻസ് വെച്ച് സെറ്റാക്കിയതാണ്. ഒന്നും അകത്തോട്ട് കയറി വരത്തില്ല വേണ്ട. പിന്നെ ഞാൻ ഈ ബ്ലോസമിൻ്റെ ട്രീ ഒക്കെ എനിക്ക് തോന്നുന്നു അവിടുന്ന് ഒരുപാട് ഇതിപ്പുണ്ടെന്ന് കേട്ടോ. പക്ഷേ അവിടെ നല്ലൊരു ഏരിയ, അവിടെ വേണേൽ വീട് പണിയായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് ബ്ലോസമിൻ്റെ സാപ്ലിങ്സും കുറച്ച് ലീവ്സൊക്കെ പറിച്ച് സെറ്റാക്കി. പിന്നെ കുറച്ച് അയണം കൊണ്ട് ലാൻഡനൊക്കെ വെച്ച് സെറ്റാക്കി. പക്ഷേ ഇത്രയും വലിയ മരമാണെന്ന് വിചാരിച്ചില്ല. ഇത്രയും വലിയ മരം എനിക്ക് വേണ്ടായിരുന്നു. പിന്നെ താഴോട്ട് ഇത് പോകാൻ ഒരു കുഞ്ഞു വരി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മണ്ടയ്ക്കോട്ട് കയറി കാണിച്ചു തരാം. പിന്നെ ഈ ലാഡറൊന്നും ഞാൻ മാറ്റിയില്ല കേട്ടോ, ഇത് മാറ്റണമെന്ന് വിചാരിച്ചേ പിന്നെ ടൈമൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ മാറ്റിയില്ല. ഓക്കെ, നമ്മൾ മണ്ടയ്ക്ക് വലിയതായിട്ടൊന്നും ചെയ്തില്ല. അതായത് ഇവിടെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു. പിന്നെ സൈഡിലോട്ട് വീഴാതിരിക്കാൻ കുറച്ച് പില്ലേഴ്സൊക്കെ വെച്ചു. പിന്നെ ഇവിടെ ക്യാമ്പ് ഫയർ വെച്ചു. പിന്നെ ഇവിടെ ഒരു അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ വെള്ളം ഇവിടുന്ന് എത്ര വേണേലും എടുത്താലും തീരാൻ പോകുന്നില്ല. ഈസി ട്രിക്കാണ് ഗൈസ്. പിന്നെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചു സെറ്റാക്കി. പിന്നെ താഴെ വലിയായിട്ടൊന്നും പണിഞ്ഞില്ല, ലാൻഡേണൊക്കെ വെച്ച് ഇച്ചിരി ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ മണ്ടയ്ക്കാട്ടൊക്കെയാണ് ഞാൻ എന്താ പറയുക നോർമൽ തന്നെ നമ്മൾ ചെസ്റ്റിനെ പിന്നെ ഞാൻ പേരൊക്കെ കൊടുത്തു. കാരണം ഐറ്റംസ് എല്ലാം കറക്റ്റായിട്ട് നോക്കുക. ഇവിടെ ബ്ലോക്ക്, ഇവിടെ റാൻഡം, ഇവിടെ വാല്യുബിൾ എന്ന് പറയുവാണെങ്കിൽ വേണ്ട കുറച്ച് മൈനിങ്ങിനൊക്കെ പോയി കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തു. അതൊക്കെയാണ് വാല്യുബിളായിട്ട്. കുറച്ച് ഡയമണ്ടൊക്കെ കിട്ടി കേട്ടോ, 2 ഡയമണ്ട്. പിന്നെ നമ്മളെ കോപ്പർ ഗോളം, നമ്മളെ ഗോൾഗപ്പ എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്ത് ചെയ്യും മണ്ടയ്ക്കോട്ടോ, നമ്മളെ ഗോൾഗപ്പ തന്നെ ഇവിടെ നിൽക്കുന്നു. ഭയങ്കര ഹാർഡ് വർക്കാണ്, ഭയങ്കര വർക്ക് എന്ന് പറയാമല്ലോ. സീഡൊക്കെ മണ്ടയ്ക്ക് കൊണ്ടാണ് വെക്കുന്നത്. പിന്നെ ഞാൻ മണ്ടയ്ക്ക് കുറച്ച് ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റാക്കി. പിന്നെ കുറച്ച് സാപ്ലിങ്സ് ഒക്കെ ലീവ്സ് ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്നൊക്കെ പറിച്ച് സെറ്റാക്കി. പിന്നെ അവിടുത്തെ മറ്റേ ബ്ലോസമിൻ്റെ ടോപ്പൊക്കെ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അത്രയൊക്കെ ചെയ്തുള്ളൂ. പിന്നെ ഇവിടെ എന്താ പറയുക ക്യാൻഡിൽ വെച്ചു. ഫ്ലിൻ്റ് ഇല്ലാത്തതുകൊണ്ട് കത്തിക്കാൻ പറ്റിയില്ല. ഇവിടെ ഒരു വ്യൂവിന് വേണ്ടി ഞാനിങ്ങനെ ചുമ്മാ വെച്ചേക്കാണ് കേട്ടോ. ഇത്രയൊക്കെ നമ്മൾ ഒപ്പിച്ചെടുത്തത്, വേറെ വലിയായിട്ടൊന്നും ചെയ്തില്ല. കുറച്ച് ഫോട്ടോ ഒക്കെ വെച്ച് ഇവിടെയൊക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളെന്തോ വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കണമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടി പിന്നെ വേറൊരു കാര്യം ഞാൻ 2 പേരെയും കൂടെ കാണിച്ചു തരാം. എൻ്റെ പുതിയ 2 കൂട്ടുകാർ കഴിച്ച് നമ്മളത് ഒപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. 2 പവർഫുള്ളായിട്ടുള്ള കൂട്ടുകാരാണ് കാണിച്ചു തരാം. ഇതേണ്ട നമ്മളെ പയ്യനാണ്. പയ്യന് പേരൊന്നും ഇട്ടത്തില്ല. പിന്നെ ഒരു പൂച്ചയെ ഞാൻ ഒപ്പിച്ചെടുത്തു. കാരണം ക്രീപ്പർ ഒന്ന് പടപടാന്ന് പൊട്ടുകയാണ്. അപ്പോൾ ഞാൻ എത്ര പ്രാവശ്യം ക്രീപ്പർ ഒട്ടിച്ചതെന്ന് അറിയാം. അതുകൊണ്ട് കുതിരയാണ് ഭയങ്കര പവർഫുൾ കേട്ടോ. നല്ല സ്പീഡായിട്ട് റണ്ണാകും. എത്ര ഒരു ഓൾമോസ്റ്റ് 4 ബ്ലോക്ക് ഹൈറ്റിൽ ചാടുകയും ചെയ്യും. 4 ആണോ 5 ആണോ അറിയത്തില്ല. നമ്മളെ പവർഫുൾ പയ്യനെയാണ് നമ്മൾ ഒപ്പിച്ചെടുത്തത്. എന്തായാലും ഇവരൊക്കെ 2 പേർക്കും ഒരു പേര് എനിക്കിടണം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആ പേരിട്ടേക്കണം, ഒരു കിടിലം പേര്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി പരിപാടിയിലേക്ക് എടുക്കാം. ഈ കുതിര കൊണ്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും പോകാനാണെങ്കിൽ ഇതിനെ കൊണ്ട് പോകാം. എനിക്ക് എന്തായാലും വേറൊരു വില്ലേജും കൂടെ തപ്പി പോകണം, ഒരു ആവശ്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു വീറ്റൊക്കെ വെച്ച് ഞാൻ സെറ്റാക്കി. എന്തായാലും ഇതിൻ്റെ വെളിയിലോട്ട് കുതിര എന്തായാലും ഇറങ്ങി വരത്തില്ല. ഇത്രയൊക്കെയാണ് സെറ്റാക്കി എടുത്തത്. നമുക്ക് ഇനിയും എന്താ പറയുക വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കണം. അത് ഞാൻ ഏരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഗൈസ് ഞാൻ സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു തരാം. നമ്മളെ ബ്ലോക്കും ഐറ്റംസും എല്ലാ റിസോഴ്സും തീർന്നു പോയി. ഇനി എല്ലാം ഒപ്പിച്ചെടുക്കണം. ഇതുവരെ എന്തായാലും അങ്ങോട്ടുണ്ട്. ഇവിടെ ഒരു വലിയ കേവ് ഉണ്ട് കേട്ടോ. ഇവിടെ അതോടെ ഞാൻ കയറിയില്ല. ഇനി കേവ് ആണോ താഴോട്ടുള്ള വഴിയാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഗൈസ് നമ്മളെ എന്താ പറയുക ഈ ബ്രീഡർ ഞാൻ കുറച്ച് ദൂരെയായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഈ വില്ലേജിൻ്റെ അടുത്തായിട്ട് പണിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെ സ്പോൺ ആകത്തില്ല. എന്തായാലും വില്ലേജിൻ്റെ അടുത്ത് തന്നെ ഒരു ബേസ് പണിഞ്ഞത് പൊട്ടത്തരമായിപ്പോയെന്ന് പറയാം കേട്ടോ. കുറച്ച് ദൂരോട്ട് പണിഞ്ഞാൽ മതി. അത് കിടിലം ബ്ലോസത്തിൻ്റെ ഇടയിലൊക്കെ പണിയായിരുന്നു. അപ്പോൾ വേണ്ടി ഈ ചെസ്റ്റിന് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചുള്ള ബെഡും ഇനി നമുക്ക് ഗ്ലാസും കൂടെ മതി. ബാക്കിയെല്ലാം ഐറ്റംസ് സെറ്റായോ രാത്രി ആകാനായി. ഓക്കെ, സമയം നമ്മൾ ഐറ്റംസൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസും കൂടെ ആയിരുന്നു വേണ്ട. അത് ഞാൻ അവിടെ നിന്ന് പൊട്ടിച്ചെടുത്ത് നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി മെയിനായിട്ട് വേണ്ട എന്താ പറയുക നമ്മളെ വില്ലേജിനെ പിടിച്ചുകൊണ്ടാണ്. അവന്മാരപ്പുറത്താണ് 2 പേരുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ. 2 കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചിലതിനൊക്കെ തുറന്നു വിട്ട് സോംബിയൊക്കെ കൊണ്ടുപോയി. ഞാൻ ഈ ഉറങ്ങാൻ താമസിച്ചുള്ള പ്രശ്നം ഇതേ, ഈ ബേസ് അങ്ങ് ആകാശമാണ്. അവിടെ കയറി എത്തുമ്പോൾ രാത്രിയാകും. അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് ഈ രാത്രിയാകുന്നൊരു ബെഡ് കരുതണം. പക്ഷേ ബെഡ് പൊട്ടിക്കുവാണെങ്കിൽ ഞാൻ അങ്ങ് അറ്റത്തും എല്ലാം പോയി ഈഫോൺ പോകുക. അതുകൊണ്ടാണ് ഞാൻ മണ്ടയ്ക്ക് പോയി കിടന്നങ്ങ് ഉറങ്ങുന്നത്. ഇവിടെ എങ്ങാണ്ടായിരുന്നു എഴുത്തിനെ കണ്ടത്. ഇനി ഇവന്മാരെ കൊണ്ടുവരാനാണ് മെനക്കേട്. അവിടെ തോന്നി ഇവിടെ എവിടെ ഒരു വീട്ടിലുണ്ടായിരുന്നു ഒരു ഫാർമറിനെ ഞാൻ പിടിച്ചിട്ടായിരുന്നു. 2 ഫാർമേഴ്സാണ് വേണ്ട കേട്ടോ.
അതിനുവേണ്ടി മറ്റേ ഫാർമറിൻ്റെ ഒരു വർക്കിംഗ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അത് ക്രിയേറ്റ് ചെയ്യണം. എന്തോ കമ്പോസ്റ്റർ എന്നാണ് പേര്. 2-3 വുഡ് എന്നാണ് മതി. അതേണ്ട ഇവിടെ ഒരു തന്നെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇവന് ഇനി പൊക്കിയെടുക്കാനാ മെനക്കേട്. നമുക്ക് എന്തായാലും ഇവിടെ ബ്ലോക്ക് വെച്ചൊന്ന് കവർ ചെയ്യല്ലേ. ഇവനെ ഓടിപ്പോയി കഴിഞ്ഞാൽ മെനക്കേട്. അവൻ എത്ര ദൂരം ഓടിപ്പോകുന്നൊന്നും അറിയത്തില്ല. ഓക്കെ, 2 ബ്ലോക്ക് വെച്ച് ഇവിടെ നിന്ന് ഇരിക്കട്ടെ. ഇത്രയും സ്പേസ് മതിയെന്ന് തോന്നുന്നില്ലേ? ബോട്ട് വെക്കാൻ പറ്റുമോ? ഓക്കെ, ഇനി ഇവനെ പിടികൂടാവേ. അയ്യോ കണ്ടാ, പയ്യൻ ഒരുപാട് ദൂരം ഓടിപ്പോയി. നമ്മളങ്ങ് പിടികൂടി കഴിച്ചു. അവിടുന്ന് ഇവിടം വരെ അവൻ ഓടിപ്പോയി. എങ്ങനെയൊക്കെ ഇതെന്തോ ബോട്ട് വെച്ച് നമ്മൾ പിടികൂടി കഴിച്ചു. എന്തോ ഓട്ടം ഓടിയെന്നറിയാം. പൊട്ടത്തരം കാണിച്ച്. നമ്മളിനിയും ഇതിട്ടിങ്ങി വലിച്ചാൽ മതി. ഇങ്ങ് പോരുമല്ലോ. പോരും. അയ്യോ, എന്തോ പരമാടാ വന്നത്. ഇങ്ങനെ വലിക്കുന്നല്ല. പക്ഷെ പണ്ട് ഇങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. പുതിയ അപ്ഡേറ്റില്ലാന്ന് തോന്നുന്നു. പണ്ടുണ്ടായിരുന്നു, എനിക്കൊരു ഓർമ്മയില്ല. പെട്ടെന്ന് വരും. ഇങ്ങനെ ചാടിയാൽ മതി. ഇങ്ങനെ വലിച്ചു വരും. ഒരുത്തരും കൂടി ഉടങ്ങാനുണ്ടായിരുന്നു. ഈ വീട്ടിലാന്ന് തോന്നുന്നു. എൻ്റെ ഒരു സംശയം. തീയോ അവനും കൂടി ഇല്ലെങ്കിൽ മെനക്കാടാ. ആകെ 2 ഉണ്ടെന്ന് തോന്നില്ലേ? ഇവിടെ അവൻ ഇല്ലല്ലോടെ. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഇവനവിടെ ഇല്ലല്ലോടെ. ഞാനിനി എന്തോ ആകെ ഒരു വില്ലേജറേ ഉള്ളൂ. ഇനി പുതിയ വില്ലേജ് തപ്പി പോകണം തോന്നുന്നു. ഇവിടെ ഞാൻ പൂട്ടിയിട്ടേ ഒരു ഫാർമറിനെ. എന്തോ ചെയ്യും. ഇവിടെ എല്ലാം ഞാൻ തപ്പി നോക്കട്ടെ. ഇനി ഇവിടെ എല്ലാം കുഴിയെല്ലാം കിടപ്പുണ്ടായിരിക്കും. ഫൈനലി ഗൈസ് നമ്മൾ 2 പേരെ പിടികൂടി. ഒരുത്തന് ഇവിടെ ഒന്നും ഇല്ല. ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ തപ്പി ഏതൊരു കുഴിയിൽ നിന്ന് കണ്ടുമുട്ടി അവനെങ്കിൽ പിടികൂടി. അങ്ങനെ 2 വില്ലേജിനെ ഒപ്പിച്ചെടുത്ത്. ഇനി ഒരാളും കൂടെ ചത്തുപോയി കഴിഞ്ഞാൽ എനിക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. പുതിയ വില്ലേജ് തപ്പി പോകേണ്ടി വരും. നമ്മൾ ഇവരെ എന്തായാലും എന്താ പറയുക, പാമ്പിനകത്ത് ഇട്ടുന്ന വരെ ഭയങ്കര മെനക്കേടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാം. രാത്രി അതിനുള്ളിൽ ഇല്ലെങ്കിൽ പിന്നെ സോംബി എല്ലാം വന്ന് കൊല്ലും. അപ്പം നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ആദ്യം ഞാൻ ഇൻവെൻറ്ററി അത് ക്ലീൻ ചെയ്യട്ടെ. ലീഷ് എടുത്ത് കളഞ്ഞു ഇല്ലല്ലേ? ഓക്കെ, ഇനി ജസ്റ്റ് നമുക്ക് ഐറ്റം എടുക്കാം. ആദ്യം നമുക്ക് മെയിനായിട്ട് വേണ്ട ബെഡാണ് കേട്ടോ. ബെഡാണ് മെയിനായിട്ട് വേണ്ടത്. 6 ബെഡല്ലേ? ഓക്കെ, 6 ബെഡാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. എന്നിട്ട് നമ്മൾ ആ ബെഡ് വെക്കാൻ ഈ ബെഡും കൂടെ പൊട്ടിക്കുക. അപ്പോൾ 6 ആകത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നല്ലൊരു ഏരിയ കണ്ടുപിടിക്കണം. ഇവിടെ എല്ലാം ഭയങ്കര പൂക്കളാണ്. ഇച്ചിരി നീക്കി പണിയും. ഓക്കെ, ഇവിടെ ആയിട്ട് പണിയില്ലേ? അപ്പോൾ ആദ്യം നമുക്ക് 6 ബെഡ് വെക്കണം. അത് ഞാൻ കാണിച്ചു തരാവേ. ആദ്യം നമ്മൾ കുറച്ച് ഡേറ്റ് എടുക്കണം. ഡേറ്റ് ഇല്ലല്ലോ അല്ലേ? സ്റ്റോൺ. അപ്പോൾ ഇനി നമുക്കിവിടെ ഒരു 6 സ്റ്റോൺ ഇങ്ങനെ വെക്കണം. 6 സ്റ്റോൺ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ബെഡ് വെച്ച് മണ്ടയ്ക്ക് വെക്കണം. ഇങ്ങനെ 3 എണ്ണമായിട്ട് വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റോൺ എല്ലാം പൊട്ടിച്ച് കളയണം. അതിൻ്റെ അടിയിലും 3 ബെഡ് വെക്കണം. ഇതിന് ഓൾമോസ്റ്റ് 6 ബെഡ് ആകും. അപ്പോൾ വില്ലേജിന് ബ്രീഡ് ആകത്തുള്ളൂ. പിന്നെ അടുത്ത ബെഡിൻ്റെ ഒക്കെ അടുത്തിൻ്റെ ഒന്നും കൂടെ. ഓക്കെ, പല കളറാണ്, അതൊന്നും കുഴപ്പമില്ല. 2 ഓക്കെ, ഇത്ര സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ 3 ഏരിയ ആയിട്ട് കുഴിക്കണം. 3ആയിട്ട് കുഴിച്ച് 2 ബ്ലോക്ക് ഹൈറ്റ് മതി. 2 ബ്ലോക്ക് ഹൈറ്റ് മതി. ഓക്കെ, അയ്യോ എൻ്റെ ഒരു ശവല് പോലും ഇല്ല. വെറുതെ കൈ കൊണ്ട് ഇനി പൊട്ടി. എന്തെങ്കിലും കയ്യിലുണ്ടോ? അയ്യോ, വുഡും ഇല്ല, ക്രാഫ്റ്റ് ടേബിളും ഇല്ല. ഇവിടെ എല്ലാം ഉണ്ടോ? അയ്യോ, എവിടെയും ഇല്ലല്ലോ. ഓക്കെ, എങ്ങനെയോ കൈ കൊണ്ടൊക്കെ വെച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ട പരിപാടി ഇവിടെ ഒരു ഡേറ്റ് വെക്കണം. ഇനി സ്ലാബ് വെക്കണം. സ്ലാബ് ഉണ്ടോ കയ്യിൽ? അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഓക്കെ, ജസ്റ്റിനകത്ത് സ്ലാബ് ഉണ്ട്. ഓക്കെ, ഏത് സ്ലാബായാലും കുഴപ്പമില്ല. പിന്നെ തൊട്ട് മണ്ടയ്ക്കായിട്ട് 1 വെക്കുക. എന്നിട്ട് 2 ഹൈറ്റും കൂടെ കൂട്ടണം. ഡേറ്റ് പൊട്ടിച്ചേക്കെ. 2 ഹൈറ്റ് കൂട്ടണം. ഇനിയും കറക്റ്റിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നടുക്കത്തെ ബെഡിൻ്റെ അവിടെ ആയിട്ട് വാട്ടർ ബക്കറ്റ് വയ്ക്കണം. അപ്പോൾ വെള്ളം സൈഡിലോട്ട് ഒലിച്ച് വരും. കറക്റ്റ് നടുക്കത്തെ ബെഡിൻ്റെ അവിടെ. അത് നമ്മളിവിടെ ഡേറ്റ് പൊട്ടിക്കണം. എവിടെ ഈ വെള്ളം നിൽക്കുന്നു അവിടം വരെ പൊട്ടിക്കണം. ഓക്കെ, ഇനി ഒരു ബ്ലോക്കും കൂടെ കാണത്തുള്ളേ. ഓക്കെ, വെള്ളം പൊട്ടിച്ചോ. ഈ വില്ലേജിനെ ഇവിടുന്ന് മാറ്റണല്ലോ ഇവിടെ. ഓക്കെ, ഇനി ഇവിടെ മറ്റേ 3 ബ്ലോക്കായിട്ട് നമ്മളിവിടെ പൊട്ടിക്കണം. കാരണം ഇവിടെ അതിൻ്റെ ബേബി വില്ലേജർ വന്ന് നിൽക്കേണ്ട സ്ഥലം. ഇപ്പോൾ ഇവിടെ 3 ബ്ലോക്ക് രീതിയിൽ പൊട്ടിച്ചത് 6ആയിട്ടാക്കിയിട്ട് 2 ബ്ലോക്ക് ഹൈറ്റിൽ പൊട്ടിക്കണേ. ഓക്കെ, ഇനി 2 ബ്ലോക്കായിട്ട് പൊട്ടിക്കുക. ഡേറ്റ് ഒരു ശവലുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇനി ഉണ്ടാക്കണേ അങ്ങ് വീട് വരെ പോകണം. ജസ്റ്റ് സോഡും കൊണ്ടങ്ങ് പൊട്ടിക്കാം. ഓക്കെ, ലാസ്റ്റിലത്തെ ഒന്നും കൂടെ പൊട്ടിച്ച സെറ്റായി. ഓക്കെ, ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഗ്ലാസ് വെച്ച് കവർ ചെയ്യണം. ഗ്ലാസ് എന്തിയാ അതിനകത്തുണ്ടല്ലേ? ഓൾമോസ്റ്റ് ഒരു 20 ഗ്ലാസ് മതി. ഞാൻ പിന്നെ ഒരു 30 കൂടുതലെടുത്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് തൊട്ടപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കണേ. ഓക്കെ, ഒന്നും കൂടെ സൈഡിൽ കൂടി. ഇനി അപ്പുറത്തെ അങ്ങ് പൊട്ടിച്ച് കളയാം. ഓക്കെ, ഇനി ഇവിടുത്തെ 3 അങ്ങ് കളഞ്ഞ് വയ്ക്കുക. ജസ്റ്റ് നമ്മൾ ബേബി വില്ലേജിനെ കാണാൻ വേണ്ടി മാത്രം. ഇനി ഇവിടുന്ന് ഒന്ന് നീട്ടി വെച്ചേ, കാരണം വേറെ ഒന്നും വീരായിരിക്കാൻ. ഓക്കെ, ഇനി ഇവിടെ എല്ലാം കവർ ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് വീരും. ഇനി ഇവിടെ 2 ഡേറ്റ് ബ്ലോക്ക് മണ്ടയ്ക്കോട്ട് വെക്കണം. ഓക്കെ, ഇനിയും മെയിനായിട്ട് നമ്മളെ ഗ്ലാസ് ഇനി നമ്മൾ ചുറ്റിനും വെക്കണം. 1 2 3 4. ഓക്കെ, ഇനിയും ഗ്ലാസ് പൊട്ടിച്ച് കളഞ്ഞേക്ക്. സോറി, ഡേറ്റ്.
ഓക്കെ, അപ്പോൾ ഇത്ര ഏകദേശം സെറ്റായി. ഇനി നമ്മൾ ട്രാപ്പ് ഡോർ ഒപ്പിക്കണം. എന്ത് ട്രാപ്പ് ഡോർ വാങ്ങാനുണ്ടായിരുന്നല്ലോ? അതെ, ഇതിനകത്തുണ്ടല്ലോ. ആ ഉണ്ടല്ലോ. ഓക്കെ, ട്രാപ്പ് ഡോർ ഒരു 4 എണ്ണം വേണം. ഇത് കറക്റ്റ് താഴോട്ട് വെക്കണം. രാത്രി ആയല്ലോടെ, കിടന്നുറങ്ങിയില്ലേ വില്ലേജിന് എന്തെങ്കിലും തല്ലിക്കൊല്ലും. ഓക്കെ, 1 രാത്രി ശരിക്കായില്ല. ഓക്കെ, 2 കറക്റ്റ് താഴോട്ട് വെക്കണേ. 3ാമത്തെ കൂടെ. ഓക്കെ, അയ്യോ രാത്രി എപ്പോഴും പോയി കിടന്നുറങ്ങട്ടെ. ഇല്ലെങ്കിൽ വില്ലേജിനെ കൊന്നു കഴിഞ്ഞാൽ പോയി. ഇനിയും തപ്പി കണ്ടുപിടിക്കണേ, വേറെ വില്ലേജ് തപ്പേണ്ട വരും എനിക്ക്. ഓക്കെ, ഗുഡ് മോർണിംഗ്. അയ്യോ ഇതോടെ സോംബി. വില്ലേജിന് വല്ലതും പറ്റുമോ? ഒന്നേവെല്ലാം തൊട്ട് കഴിഞ്ഞാൽ തീർന്നു. 2നും ഹെൽത്തൊക്കെ കുറവാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് 2 അടി കൊടുത്തായിരുന്നു. ഓക്കെ, ഇനി വേറെ ഒന്നും ഇല്ലല്ലോ. വേറെ ഒന്നുമില്ല, സേഫാണ്. ഓക്കെ, ഇതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ, ഇല്ലെങ്കിലേ അപ്പുറത്ത് വെക്കണ്ടേ. ഓക്കെ, ഇതിന് താഴോട്ടാണ്. കറക്റ്റ് താഴോട്ടായിരിക്കണം കേട്ടോ. മണ്ടയ്ക്കോട്ടാണെങ്കിൽ പൊട്ടിച്ച് കറക്റ്റ് താഴോട്ട് ഇങ്ങനെ ഇടയ്ക്ക് കയറി എന്ത് ചെയ്യും. ഇച്ചിരി കൂടി. ഓക്കെ, സെറ്റ്. കറക്റ്റ് താഴോട്ടാണേ. ഓക്കെ, അതും താഴോട്ടാണ്. ഓക്കെ, നമ്മളങ്ങനെ വില്ലേജിനെ അതിനകത്ത് പിടിച്ചിട്ടു. ജസ്റ്റ് ഡേറ്റ് വെച്ചിട്ട് നമ്മൾ മുമ്പേ വലിച്ച കൂട്ട് അങ്ങ് വലിച്ചൊപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ 2 കിട്ടും. ഇനി മൊത്തം ഒന്ന് കവർ ചെയ്യട്ടെ, കാരണം ഈ കുഴിക്കാതോട് തെള്ളിയണം. അതാ മെനക്കെട്. ഒരുപാട് കിടന്ന് ഓടി. ഞാൻ ഇങ്ങനെയൊക്കെ പിടികൂടി. ഓക്കെ, 2 കൂടെ ഒന്ന് ഡേട്ട് കയറുന്നു ഗ്ലാസ്. ഓക്കെ, അത്രേ ഉള്ളൂ, സെറ്റ്. നമ്മളിതിനകത്തോട്ട് കയറട്ടെ. അറിയാതെ വല്ല സോഡിൽ ഞാൻ 1 ഹിറ്റ് കൊടുത്ത മതി എത്തു. അയ്യോ, ഓക്കെ, ഇനി എവിടാ കുഴി? എവിടാ? അതിൻ്റെ പുറത്തായി നിൽക്കുന്നത്. ഓക്കെ, ഇനി ഇങ്ങോട്ട് തെളോ. ഒരാൾ പോയി അടുത്ത ആളെയും കൂടെ തെള്ളിട്ടാൽ സെറ്റാകും. പോടാ. പോടാ കുഴി പോടാ. ഓക്കെ, അവനെ സെറ്റ് ചെയ്തു. അപ്പം ഇനി നമുക്ക് എന്താ പറയുക, ഇവന്മാർക്ക് 2 പേരെയും കൂടെ കമ്പോസ്റ്റർ വെക്കണം. കമ്പോസ്റ്റർ വെച്ച് സെറ്റാക്കണം. 1 2. ഓക്കെ, ഈ 2 സൈഡായിട്ട് കമ്പോസ്റ്റർ വെക്കണം. അപ്പോൾ ഇവന്മാർ ഫാർമർ ആകത്തുള്ളൂ. ഓക്കെ, അവന്മാർ ഫാർമർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുമില്ല, ഈ സെറ്റായി. ഇനി നമ്മൾ കുറച്ച് ഫുഡ്, നമ്മൾ എങ്ങനെ എത്ര ഫുഡ് കൊടുക്കുന്നോ അത്രയും വെച്ച് ബ്രീഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഫുഡ് എവിടെയാണ്? ഓക്കെ, ഫുഡ് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്ര ഫുഡ് കൊടുക്കുന്നോ അത്രയും വെച്ച് ബ്രീഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ജസ്റ്റ് നമ്മൾ 61 പൊട്ടറ്റോ ഉണ്ട്. അപ്പോൾ ആദ്യം ഡ്രോപ്പ് ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. ബ്രീഡ് ആയിക്കൊണ്ടിരിക്കും. എനിക്ക് ഒരു സ്റ്റാക്ക് കൊണ്ടൊരു 3 ബേബി വരുമെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ പൊട്ടറ്റോ, ക്യാരറ്റ്, ബ്രെഡ് ഈ 3 ഐറ്റം കൊടുത്താലും സ്വീറ്റായിട്ടല്ല വെജിറ്റബിളോ എന്തൊക്കെ കൊടുത്താലും ബ്രീഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ ഒരു സ്റ്റാക്ക് കൊടുത്തു. ഇച്ചിരി ടൈം എടുക്കാൻ തോന്നുന്നു കേട്ടോ. എന്താ വരണ്ടയാണ് പാർട്ടിക്കാർ മറ്റേ ലവിൻ്റെ. പക്ഷെ കൂടെ നീങ്ങിക്കട്ടെ, ഇച്ചിരി പ്രൈവസി വേണം തോന്നുന്നു. കുറച്ച് നേരം കൂടെ വന്നു. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഫാമും സെറ്റായി. ഒരു എത്ര ബേബി വരുമെന്ന് നോക്കാതെ കാണിച്ചു തരാം ഇവർ എങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, ഫസ്റ്റ് ബേബി ഇപ്പം വരും. എന്തി ഞാൻ കാത്തിരിക്കുന്നു. വന്നു. ഒരാൾ വന്നു. അപ്പോൾ ഒരാളാണെങ്കിൽ താഴെ വീണത് നേരെ തന്നെ ഇങ്ങോട്ട് പോകും. കണ്ടോ, നമ്മളെ പയ്യനെ ഒഴുകി ഇവിടെ എത്തും. പിന്നെ ഇതിനി തിരിച്ച് കയറാൻ പറ്റത്തില്ല. അത് അവിടെ തന്നെ കിടന്നു. ഇത് വലുതാകുമ്പോൾ പിന്നെ നമ്മൾ മറ്റേ റെയിൽവേ ട്രാക്കൊക്കെ വെച്ച് നമ്മളിതിനെ ഒപ്പിച്ചെടുത്താൽ മതി. എത്ര ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്തതും വന്നു കേട്ടോ. അടുത്തതും വന്നേ. കണ്ടോ, ഒരു സ്റ്റാക്ക് കൊടുത്താൽ 3 പേര് വരുമെന്ന് തോന്നുന്നു. അടുത്തതും വന്ന് ഓൾമോസ്റ്റ് ആയി. വരണ്ടയാണല്ലോ. അടുത്തതും വന്നുകൊണ്ട് അടുത്ത ബേബിയും വന്നു. ബേബി വില്ലേജറും വന്നു. ഓക്കെ, അങ്ങനെ 2 പേരായി. ഇനി ഒരാളും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു സ്റ്റാക്കിന് 3 പേരായിരിക്കും എന്നാ തോന്നുന്നു എനിക്ക്. ഞാൻ ക്യാരറ്റ് കൊടുത്തപ്പോൾ ഒരു സ്റ്റാക്ക് 3 പേരായിരുന്നു. പൊട്ടറ്റോ കൊടുത്ത പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല. അയ്യോ, കുഴി ശരിയാ, സോംബിയൊക്കെ വീരും കേട്ടോ. നമ്മളിതെല്ലാം ഒന്ന് മൂടണം. ഞാൻ ജസ്റ്റ് എന്തായാലും ഡേറ്റ് വെച്ച് കവർ ചെയ്തേക്കാം. പിന്നെ ഓക്കെ, വില്ലേജർ പേടിക്കില്ല. പേടിച്ച് കഴിഞ്ഞാൽ മെനക്കേടാ. 3 അടുത്തതും വന്നേ. പോയോ? അത് പെട്ടെന്നായിരുന്നല്ലോ. 2 പേരേ ഉള്ളൂ. എത്ര പേരുണ്ട്? ഇപ്പോൾ 2 പേര് സെറ്റായിട്ടുണ്ട്. അടുത്തതും വന്നു. ഒരു സ്റ്റാക്കിൽ 3 പേരാന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വില്ലേജറും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ടൈമിംഗ് ഉണ്ട് കേട്ടോ ഇവർക്ക്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാക്ക് 3 കൊടുത്ത് പിന്നെ അടുത്ത് കൊടുത്താൽ ഉടനെ വരത്തില്ല. കുറച്ച് നേരം കൂടെ ടൈം എടുക്കും. ഇപ്പോൾ പിന്നെ നമ്മൾ വേൾഡിൽ വേണ്ട ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് നമ്മളൊരു സ്റ്റാക്കും കൂടെ കൊടുക്കുമ്പോൾ വരും. അപ്പോൾ 3 പേരാന്ന് തോന്നുന്നു ഒരു സ്റ്റാക്കിൽ വില്ലേജർ കിട്ടുന്നത്. ഈസി. 4 പേരോ? ഓക്കെ, അപ്പോൾ 4 പേര് കേട്ടോ. പൊട്ടറ്റോയ്ക്ക് അപ്പോൾ 4 പേരാന്ന് തോന്നുന്നു കേട്ടോ. ക്യാരറ്റ് 3 പേരായിരുന്നു. അപ്പോൾ പൊട്ടറ്റോ 4 പേരാന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളെ 4ാമത്തെ പയ്യനും വന്നു. ഓക്കെ, ഇത്രയോളം തോന്നുന്നു കേട്ടോ. 4 പേര് കൂടുതൽ വരത്തില്ല. പിന്നെയും കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടെ ഒരു സ്റ്റാക്കോ അല്ലെങ്കിൽ 30. നമ്മൾ ഫുഡ് എത്ര കൊടുക്കുന്നോ അത്രയും വെച്ചായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു രീതി ഒരു സ്റ്റാക്ക് കൊടുക്കുന്നത് നല്ലത്. നിങ്ങളിങ്ങനെ ഫാം ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ഇച്ചിരിയും കൂടെ കൊടുത്ത് കഴിയുമ്പോഴത്തേനും പിന്നെയും ബേബി വില്ലേജറാകും. അപ്പോൾ നമ്മളെ ഫാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ നിന്ന് കവർ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ സെറ്റാക്കാനായിട്ട്. വില്ലേജറൊക്കെ നമ്മൾക്ക് ഇനി സെറ്റായിക്കോളും. അപ്പോൾ ആദ്യം ഞാൻ അവിടെ ഗ്രാസും കുറച്ച് ഐറ്റംസൊക്കെ വെച്ച് കവർ ചെയ്യട്ടെ. ഗ്രാസല്ല, സോറി, ഡേട്ട്. എന്നും തെറ്റിപ്പോവും. കാരണം വില്ലേജർ പേടിച്ച് പോയി കഴിഞ്ഞാൽ മെനക്കേടാ.
വില്ലേജർ പേടിക്കരുത്. വില്ലേജർ പേടിച്ച് പോയാലേ പിന്നെ നമ്മളെ ബേബി വില്ലേജറൊന്നും വരത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും കവർ ചെയ്യണം. ഇവർ കാണില്ല. പിന്നെ ഇവർ സോംബി ഹിറ്റ് ചെയ്യില്ല, അത്രയേ ഉള്ളൂ. ഈ സോംബി എല്ലാം ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വില്ലേജിൽ നിന്ന് പോകേണ്ടി വരും. ഇവിടെ എല്ലാം ഒന്ന് കവർ ചെയ്യണം. അപ്പം ഇതാണ് നമ്മളെ ഫാം. വർക്കിംഗ് ആണ്, എല്ലാവർക്കും ചെയ്യാം, ഈസിയാണ്. ബെഡ് റോക്കിനും പോക്കറ്റ് എഡീഷനും എല്ലാത്തിനും വേണ്ടിയുള്ളൊരു ഫാമാണ്. അയ്യോ, ഇവിടെ എല്ലാം ഒന്ന് കവർ ചെയ്യും. ഇതിനകത്ത് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ മെനക്കേടാണ്. ഇമാര് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ഈ ബേബി വില്ലേജറൊക്കെ പതിയെ വളർന്ന് വലുതായിക്കോളും. ഇത്രേ ഉള്ളൂ, സെറ്റായി. ഇതെല്ലാം കൂടെ സെറ്റായി തോന്നും. ഓക്കെ, നമ്മളെ എന്താ പറയുക, ബ്രീഡർ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു ലേറ്റർ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോ ഇൻഫോം ആയിട്ട് വരും. ബൈ ബൈ.